നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇന്ന് 1 കോടി രൂപ ഉണ്ടെങ്കിൽ നാളേക്ക് നാളെ ഗൾഫ് വിട്ട് നാട്ടിൽ പോയിട്ട് ഒരു പണിയും ചെയ്യാണ്ട് സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ. മിക്ക ഗൾഫ് മലയാളികളും പറയുന്ന ഉത്തരം യെസ് എന്നായിരിക്കും. പക്ഷേ ഒരു പ്രവാസി കുടുംബത്തിന് 1 കോടി രൂപ മാത്രം പോരാ. ഈ വീഡിയോയിൽ ഒരു ഗൾഫ് മലയാളിയുടെ കൃത്യമായ കണക്കുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീഡിയോൻ്റെ അവസാനം നിങ്ങൾ ഏത് രാജ്യത്തായാലും തിരിച്ച് നാട്ടിലെത്തിയാൽ നിങ്ങൾക്ക് എത്ര രൂപ വേണമെന്നുള്ളത് കണക്ക് കൂട്ടാൻ ഒരു പ്രാക്ടിക്കൽ ഫോർമുല ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് കണക്ക് കൂട്ടിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം സുജിത്ത് എന്നുള്ളൊരു പ്രവാസി എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഏതാണ്ട് 1,05,00,000 രൂപ ഉണ്ട് കയ്യിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് മതിയല്ല സാറേ എനിക്ക് ഇനി റിട്ടയർമെൻറ്റ് ലൈഫിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സുജിത്ത് എന്തായാലും അവിടുത്തെ ഒന്നും ക്യാൻസലാക്കിയിട്ടില്ല. ഇല്ല, ക്യാൻസലാക്കിയിട്ടില്ല. അപ്പോൾ ഇതുള്ള കാരണം എനിക്കൊരു സമാധാനം, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇരുന്ന് കണക്ക് കൂട്ടി. അതിൽ കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് നോക്കി വന്നപ്പോൾ ഇദ്ദേഹത്തിന് റിട്ടയർ ചെയ്യാൻ ഈ ഒരു പൈസ പോരാ. അവിടെ ഏതാണ്ട് ഒരു 2 കോടി രൂപ കൂടുതൽ വേണം സുജിത്തിന് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സുജിത്തിനോട് പറഞ്ഞു, ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഈ 1 കോടി രൂപ വെച്ചിട്ട് നിങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിത നിലവാരം വെച്ചിട്ട് ഇത് പോരാ. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി സേവിങ്സ് ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ നാട്ടിൽ വരാറായിട്ടില്ല, കുറച്ച് നാളും കൂടിയും നിങ്ങളുടെ സേവിങ്സ് കൂട്ടിക്കൊണ്ടുവരണം എന്നാണ്. സത്യം പറയട്ടെ, 10-15 വർഷം ഗൾഫിൽ ജോലി ചെയ്തിട്ടും സ്വന്തം റിട്ടയർമെൻറ്റ് നമ്പർ അറിയാത്ത പ്രവാസികളാണ് കൂടുതലും. ഈ റിട്ടയർമെൻറ്റ് നമ്പർ എന്താണെന്നും അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതും ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സുജിത്ത് എങ്ങനെ അത് കണ്ടുപിടിച്ചതെന്നും സുജിത്തിന് വരുത്തിയ മാറ്റങ്ങൾ എന്താണെന്നും ഞാൻ പറഞ്ഞുതരാം. എന്നെ വിളിക്കുന്ന മിക്ക പ്രവാസികൾക്കുള്ള ഒരു ഭയം അതാണ്, നാട്ടിൽ വന്ന ഈ ഒരു പൈസ മതിയാവുമോ? സുജിത്തിന് 40 വയസ്സാണ്, സിവിൽ എഞ്ചിനീയറാണ്, ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. പിന്നെ നാട്ടിൽ തൽക്കാലം FD, പിന്നെ സ്വർണം, അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാം കൂടി കൂട്ടി നോക്കിയപ്പോൾ, പിന്നെ ചിട്ടിയുണ്ട്, എല്ലാം കൂടി കൂട്ടി നോക്കിയപ്പോഴാണ് ഈ 1,05,00,000 എന്ന് പറഞ്ഞത്. സുജിത്ത് പറഞ്ഞു, എനിക്ക് നാട്ടിൽ വലിയ ആഡംബരമൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു 80,000 രൂപ മതി എന്ന് പറഞ്ഞു, ഒരു മാസം ചിലവിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് പോരെന്നാണ് എന്നോട് ചോദിച്ചത്. ഇതിൽ നിങ്ങൾ സുജിത്തിൻ്റെ കണക്ക് ഈ സ്ക്രീനിൽ നോക്കുമ്പോൾ 2,80,00,000 രൂപ വേണം സുജിത്തിന്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എൻ്റെ കയ്യിൽ 2,80,00,000 ഒന്നും ഇല്ലല്ലോ, അപ്പം ഞാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ളത്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2,80,00,000 എന്നുള്ള ഫിഗർ പ്രായം, വിലക്കയറ്റം, ജീവിത ചെലവ്, ഇത് ഓരോ വീടിനും വ്യത്യാസമായിരിക്കും. എന്താ വെച്ചാൽ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം വ്യത്യാസം ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ കണക്കുകളാണ് വരിക. അല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾ ഒരാൾ വിചാരിക്കും എനിക്ക് 2,80,00,000 ഉണ്ടെങ്കിൽ അത് മതി എന്നുള്ള ആ ഒരു ധാരണ ശരിയല്ല. ഈ വീഡിയോൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഫിഗറിലേക്ക് എങ്ങനെ എത്താമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എത്ര സമ്പാദ്യം ഉണ്ടെന്ന് ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. 25 ലക്ഷം ആണോ, 50 ആണോ, അല്ലെങ്കിൽ 1 കോടിയാണോ, അല്ലെങ്കിൽ 1 കോടിക്ക് മുകളിലാണോ? ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കേ, അല്ലെങ്കിൽ ഈ കമൻറ്റിൽ ഒന്ന് എഴുതി വെച്ചാലും മതി. ഈ പൈസ തികയാണ്ട് വരുമ്പോൾ മിക്ക പ്രവാസികൾക്കൊരു വേദന ഉണ്ടാവും. ഇപ്പം സുജിത്ത് അന്ന് നാട് വിടുമ്പോൾ സുജിത്തിൻ്റെ മോന് 1 വയസ്സ്, ഇപ്പോൾ സുജിത്തിൻ്റെ മോന് 13 വയസ്സ്. ഈ 12 വർഷത്തിൻ്റെ ഉള്ളിൽ എത്ര ബർത്ത്ഡേ, എത്ര ഓണം, എത്ര ക്രിസ്മസ്, ഇതെല്ലാം കുടുംബത്തോടൊപ്പം ചിലവാക്കാൻ സുജിത്തിന് പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ മകനോടൊപ്പം ചിലവാക്കാൻ സുജിത്തിന് പറ്റിയിട്ടില്ല. സുജിത്തിൻ്റെ ഈ ഒരു അവസ്ഥയിലാണ് മിക്ക പ്രവാസികളും ഇന്ന് കഴിഞ്ഞു പോകുന്നത്. സത്യത്തിൽ സുജിത്തിനവിടെ പൈസയല്ല പോയത്, ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്, സമയം. അതാണ് സുജിത്തിന് നഷ്ടപ്പെട്ടത്. ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പൈസ നമ്മുടെ നാട്ടിലെത്തിയിട്ട് അത് മൊത്തം തീർന്നു പോയാലത്തെ ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കുക. രണ്ടാമത് തിരിച്ചു പോകേണ്ട പ്രവാസികളെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതായത് കയ്യിലുള്ള പൈസയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നാട്ടിൽ വന്നിട്ട് അത് മൊത്തം തീർന്നു. പിന്നെ വീണ്ടും ഗൾഫിലേക്ക് പോകേണ്ട അവസ്ഥ. പക്ഷേ എല്ലാവർക്കും ആ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയെന്നിരിക്കില്ല. ഇതിനിടയിൽ സുജിത്തിനൊരു വലിയ തെറ്റ് പറ്റി, അത് ഞാൻ പറഞ്ഞിട്ടില്ല. ആ ഒരു തെറ്റ് കാരണം സുജിത്തിൻ്റെ കയ്യിൽ നിന്ന് ഏതാണ്ട് ഒരു 25 ലക്ഷം പോയേനെ. ആ തെറ്റെന്താന്ന് ഞാൻ പിന്നെ പറഞ്ഞു തരാം. അതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ വരുന്ന പ്രവാസികൾക്ക് സ്ഥിരം പറ്റുന്ന കുറേ തെറ്റുകളുണ്ട്. അതായത് റിട്ടയർ ആയിട്ട് വരുന്ന പ്രവാസികൾ, അവർക്ക് പറ്റുന്ന കുറച്ച് തെറ്റുകളെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പം ആദ്യത്തെ തെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ വരുമ്പോൾ ഈ പൈസ കൊണ്ടുവന്ന പൈസ മുഴുവൻ നേരെ പോയിട്ട് ഒരു FD-യിലിടും. ആ FD-യിൽ നിന്ന് ആകെ കിട്ടുന്ന 6 മുതൽ 7% വരെ പലിശ കിട്ടും. പക്ഷേ പണപ്പെരുപ്പം അതിനേലും കൂടുതലാണ്. അതിനനുസരിച്ച് നോക്കുമ്പോൾ ഈ കൊണ്ടുവന്ന പൈസ അതേ തീർന്നു. ഇതിനിടയിൽ നിങ്ങൾ
ഇപ്പോൾ ഏത് ഗൾഫ് രാജ്യത്ത് നിന്നായാലും നിങ്ങൾ ഇതിൻ്റെ താഴെ ഒരു കമൻറ്റ് ബോക്സിലൊന്ന് എഴുതൂ, എവിടുന്നാണ് നിങ്ങൾ കാണുന്നത്, ഇനി എത്ര നാൾ നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റും, ആ വക കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതും. നമുക്ക് അവിടെ വിശദമായിട്ടൊന്ന് ചർച്ച ചെയ്യാം. പിന്നെ രണ്ടാമത്തെ തെറ്റ് സുജിത്ത് ചെയ്യാൻ പോയ തെറ്റാണ്. അതായത് നാട്ടിൽ വന്നിട്ട് ആൾക്കൊന്ന് വീട് മൊത്തം ഒന്ന് റിനോവേഷൻ നടത്തണം, ഒന്ന് അടിപൊളിയാക്കണം വീട്. അപ്പോൾ എന്താകും, ഒരു 25 ലക്ഷം രൂപ വരെ എടുത്ത് മിനിമം ചിലവ് വരും ഈ വക റിനോവേഷന് കൂടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ആകെ ഈ ഒരു എമൗണ്ട് ഉള്ളൂ, 1 കോടി സംതിങ് ഉള്ളൂ. അതിൽ നിന്ന് 25 ലക്ഷം രൂപ മുടക്കിയിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീട് കാണാൻ ഓക്കെ ഇതുണ്ടാവും, നല്ല ലുക്ക് ഉണ്ടാവും. പക്ഷെ അതിൽ നിന്ന് ഒരു 10 പൈസ ഇങ്ങോട്ട് കിട്ടൂല, നമ്മളുടെ അക്കൗണ്ടിലേക്കൊന്നും വരില്ല. അപ്പം നിങ്ങൾക്കാണെങ്കിൽ ഓൾറെഡി ഇൻകം നിന്നു, എന്നിട്ട് ആ വീടുമ്പോൾ ഈ കൊണ്ടുവന്ന പൈസയിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻകം കംപ്ലീറ്റ് സ്റ്റോപ്പായ നിലയ്ക്ക് അത് നടക്കൂല, അത് ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. അടുത്ത തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ വന്ന ഉടനെ എന്ത് ചെയ്യും, ഓക്കെ ഒരു ലക്ഷറി കാർ അങ്ങോട്ട് മേടിക്കാൻ നിൽക്കും. 1 കോടി കയ്യിലല്ലേ, പോയിട്ട് ഒരു ലക്ഷറി കാർ അങ്ങോട്ട് മേടിക്കാൻ നിൽക്കും. ഈ ലക്ഷറി കാർ മേടിച്ച് ഷോറൂമിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ മതി, അപ്പം തന്നെ ഡിപ്രീസിയേഷനായി, ഇതിൻ്റെ വാല്യൂ പോയി. അതാണ് സംഭവിക്കുക. പിന്നെ അടുത്ത തെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊണ്ടുവന്ന റിട്ടയർമെൻറ്റ് ഫണ്ട് ഉണ്ടാവും, അതിൽ നിന്ന് ഒരു വലിയ എമൗണ്ട് എടുത്തിട്ട് കുട്ടികളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് അങ്ങോട്ട് വിട്ടുകൊടുക്കും. ഇതൊക്കെ നമ്മളുടെ ഈ കൊണ്ടുവന്ന കോർപ്പസിൽ നിന്നാണ് പോകുന്നത്. അതായത് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഫണ്ട് ഉണ്ടല്ലോ, അതിൽ നിന്നായിട്ട് ഇതൊക്കെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അവസാനം 0. അതായത് ഈ ആളുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല ഈ കയ്യിൽ. ഞാനപ്പോൾ സുജിത്തിനോട് പറഞ്ഞു, സുജിത്തിന് ഇപ്പം അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ, നിങ്ങൾക്ക് ഒരു 10 വർഷം കൂടി ദുബായിൽ പിടിച്ച് നിൽക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പോവുക, നല്ലൊരു SIP തുടങ്ങുക, നിങ്ങൾക്ക് നല്ലൊരു നീക്കിരിപ്പ് ഉണ്ടാവും. ആ ഒരു പൈസ വെച്ചിട്ട് ഒരു SIP തുടങ്ങുക. ഈ 10 വർഷം കൊണ്ട് നിങ്ങൾക്ക് തരക്കേടില്ലാത്തൊരു കോർപ്പസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൂടാണ്ട് ഈ NRI അക്കൗണ്ടിൽ നിന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അധികം അത്യാവശ്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റീപാട്രിയേറ്റ് ചെയ്യാനും പറ്റും, അതായത് പൈസ തിരികെ അവിടേക്ക് എടുക്കാനും പറ്റും. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ എഡ്യൂക്കേഷൻ ഫണ്ടിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സ്കീം തന്നെ ചെയ്യാൻ പറഞ്ഞു. അതിന് വേണ്ടി സെപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതും മ്യൂച്വൽ ഫണ്ടിൽ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സുഹൃത്തിനോട് പറഞ്ഞത്, ഇനി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കിയൊരു കോർപ്പസ് ഉണ്ടല്ലോ, അതായത് നിങ്ങൾ ഉണ്ടാക്കിയൊരു ഫണ്ട്, അത് വെച്ചിട്ട് നമുക്ക് SWP ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ SWP ചെയ്യുമ്പോൾ എന്താ, നമുക്ക് എല്ലാ മാസവും പെൻഷൻ പോലെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നുകൊണ്ടിരിക്കും. ഈ 3 കാര്യമാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അതായത് 10 കൊല്ലം കൂടി നിൽക്കാൻ പറഞ്ഞു, പിന്നെ മക്കളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സ്കീം തുടങ്ങാൻ പറഞ്ഞു, പിന്നെ ഈ ഫണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് SWP ചെയ്യാമെന്നും പറഞ്ഞു. SWP എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. അപ്പോൾ നമുക്ക് പെൻഷൻ പോലെ ഒരു നിശ്ചിത തുക നമ്മുടെ കയ്യിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ അടുത്ത് വരുന്ന ക്ലയൻസിനോട് ഞങ്ങൾ ഒരിക്കലും ഒരു റോങ് ആയിട്ടുള്ള പ്രോമിസും കൊടുക്കൂല, ഗ്യാരണ്ടീഡ് റിട്ടേൺസ് ഉണ്ടെന്നും പറയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടുകൾ മാർക്കറ്റിൻ്റെ റിസ്കിന് വിധേയമാണ്. നിങ്ങളൊരു AMFI രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അടുത്ത് പോയിട്ട് അച്ചടക്കത്തോടു കൂടി ഒരു നിക്ഷേപം നടത്തി ശീലിക്കുക. അവരാകുമ്പോൾ അത് കറക്റ്റായിട്ട് റീബാലൻസിങ്ങും ചെയ്യും, റീസ്ട്രക്ചറിങ്ങും ചെയ്യും, എന്നിട്ട് നിങ്ങളുടെ ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് അവരെത്തിച്ചു തരും. മിക്ക ഗൾഫുകാരുടെയും റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോകാറുണ്ട്, മെഡിക്കൽ ഇൻഫ്ലേഷൻ എന്ന് പറയും. മെഡിക്കൽ ഇൻഫ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രായമായി വരുമ്പോൾ നമ്മളുടെ ആരോഗ്യം മോശമായി വരും, അതിനനുസരിച്ചിട്ടുള്ള മെഡിക്കൽ എക്സ്പെൻസസ് കൂടി വരും. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് മിക്ക ആൾക്കാർക്കും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവില്ല. ഇത് എടുത്തിട്ടില്ലെങ്കിൽ ഒരു 25 അല്ലെങ്കിൽ 30 ലക്ഷത്തിൻ്റെ അകം മിക്കവാറും നമുക്ക് ലോസ് വരാൻ ചാൻസ് ഉണ്ടാവും നമ്മൾ ഉണ്ടാക്കിയ കോർപ്പസിൽ നിന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെറിയ പ്രായത്തിലുള്ളവരാണെങ്കിലും ആദ്യം തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ കറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്ത് വരും. പ്രായമാവും തോറും അതിന് ചെറിയ രീതിയിലുള്ളൊരു വർധനവ് വരുള്ളൂ. അല്ലെങ്കിൽ തുടക്കത്തിൽ എടുത്തില്ലെങ്കിൽ പ്രായമായിട്ട് പോയി എടുക്കുമ്പോൾ അതിൻ്റെ റേറ്റ് കൂടി വരും. അത് കാരണം ആദ്യം നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യുക, നമ്മുടെ ഫുൾ ഫാമിലി കവർ ചെയ്യാവുന്ന രീതിയിൽ. ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാനൊരു പ്രാക്ടിക്കൽ ഫോർമുല പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതായത് നമുക്ക് റിട്ടയർമെൻറ്റ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്, അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തെ ചിലവ് എത്രയാണെന്നുള്ളതൊന്ന് എഴുതി നോക്കുക. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം 1 ലക്ഷം രൂപയാണ് ചിലവ് വന്നേക്ക്. അപ്പോൾ ഒരു വർഷത്തിൽ എത്രയായി? 12 ലക്ഷം രൂപ വേണം. അതിനെ നിങ്ങൾ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 കോടി രൂപയാണ് വേണ്ടത്. അതാണ് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് നമ്പർ. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രായവും മറ്റു ബാധ്യതകളും എല്ലാം കണ്ടറിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ റിട്ടയർമെൻറ്റിന് റെഡി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യണ്ട, ഞങ്ങളുടെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കുക, റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളതെല്ലാം കണ്ടുപിടിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞു തരും. നിങ്ങളിപ്പോൾ റിട്ടയർമെൻറ്റിന് റെഡി ആണോ, ഇനി എത്ര നാളും കൂടി നിങ്ങൾക്ക് കാത്തിരിക്കണം നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഈ വക കാര്യങ്ങളെല്ലാം ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും.
പ്രവാസികളോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് വരുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു നല്ല ദിവസത്തിനായിട്ട് നിങ്ങളിപ്പോൾ കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷെ ആ ഒരു ദിവസം നമ്മൾ കാത്തിരുന്നിട്ട് വരുമ്പോൾ നമുക്ക് നാട്ടിൽ വന്നാൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു തുകയും നമുക്ക് കയ്യിൽ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ തുടങ്ങണം. നമ്മൾ ആ ഒരു ദിവസം നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നുണ്ടാവും, ഒരു ദിവസം എനിക്ക് ഇതൊക്കെ മൈൻഡപ്പ് ചെയ്തിട്ട് എനിക്ക് നാട്ടിലേക്ക് പറക്കണം എന്നുള്ളത്. നാട്ടിലേക്ക് വരുന്നത് ഒരു യാത്രയുടെ അവസാനമല്ല, വേറൊരു ചാപ്റ്ററിൻ്റെ തുടക്കമാണ്, വേറൊരു അധ്യായത്തിൻ്റെ തുടക്കമാണ്. അത് നമുക്ക് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ നമുക്ക് പ്ലാൻ ചെയ്ത് തുടങ്ങണം.